എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വാസ്ലിനുമായിട്ടാണ്. നമ്മൾ വീട്ടിൽ പല ആവശ്യങ്ങൾക്കും വാസ്ലിൻ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് മോയ്സ്ചറൈസറായിട്ടൊക്കെയാണ് നമ്മൾ വാസ്ലിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്കിന്ന് വാസ്ലിൻ്റെ മറ്റ് ചില ഉപയോഗങ്ങൾ നോക്കാം. അപ്പോൾ വാസ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഈ വാസ്ലിൻ നമുക്ക് എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോന് താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് വാസ്ലിൻ്റെ യൂസസ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടുള്ള യൂസ് എന്ന് പറയുന്നത്, നമ്മൾ നെയിൽ പോളിഷൊക്കെ കയ്യിലിടുമ്പോൾ പലപ്പോഴും അത് സൈഡിലേക്കൊക്കെ ആവാറുണ്ട്, നമ്മുടെ നഖത്തിൻ്റെ ക്യൂട്ടിക്കിൾസിലൊക്കെ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിക്കഴിയുമ്പോൾ അത് തുടച്ച് കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ നെയിൽ പോളിഷ് റിമൂവർ വെച്ച് തുടയ്ക്കണം. അതും അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചൊക്കെ തുടയ്ക്കുമ്പോൾ അത് അത്ര വൃത്തിയായിട്ട് പോവില്ല. അപ്പോൾ അതിന് നമുക്ക് വാസ്ലിൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാസ്ലിൻ കുറച്ചെടുക്കുക, എന്നിട്ട് നമ്മുടെ നഖത്തിൻ്റെ ക്യൂട്ടിക്കിൾസ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ച് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഒരുപാടൊന്നും എടുക്കണ്ട, ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ തേക്കുമ്പോൾ ആ വാസ്ലിൻ്റെ ഒരു കവറിങ് പോലെ നമ്മുടെ ക്യൂട്ടിക്കിൾസിന് കിട്ടും. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നെയിൽ പോളിഷ് ഇടുക. നെയിൽ പോളിഷ് ഇട്ടിട്ട് നമ്മുടെ നഖത്തിൻ്റെ സൈഡിലൊക്കെ ആയാലും ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. ഒരു തുണി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ തുടച്ച് കൊടുത്താൽ മതി. ആ ക്യൂട്ടിക്കിൾസിന്മേ ആയിരിക്കുന്ന നെയിൽ പോളിഷൊക്കെ എളുപ്പത്തിൽ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതും നെയിൽ പോളിഷായിട്ട് റിലേറ്റ് ചെയ്തൊരു ടിപ്പ് തന്നെയാണ്. നമ്മളൊക്കെ നെയിൽ പോളിഷ് കട്ടയാവാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. എന്നാലത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തുറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് നമ്മുടെ അടുത്ത ടിപ്പ്. അപ്പോൾ നമ്മൾ കുപ്പി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതിന് മുന്നായിട്ട് നെയിൽ പോളിഷിൻ്റെ കുപ്പി ഒന്ന് തുറക്കുക. എന്നിട്ട് അതിൻ്റെ അടപ്പിൻ്റെ ആ ഒരു പിരി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തായിട്ട് കുറച്ച് വാസ്ലിൻ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വാസ്ലിൻ്റെ ഒരു കോട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും നെയിൽ പോളിഷ് ആയിട്ട് ചേർന്ന് അങ്ങനെ കുപ്പി ഭയങ്കര ടൈറ്റായിട്ട് അടഞ്ഞു പോവില്ല. നമുക്ക് തുറക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഫ്രിഡ്ജിലെ നെയിൽ പോളിഷ് സൂക്ഷിക്കാം. അപ്പോൾ തുറക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും അനുഭവപ്പെട്ടില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് തുറന്നെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കൈകളൊക്കെ ചിലപ്പോൾ പൊള്ളാറുണ്ട്. അപ്പം എൻ്റെ കൈ ഇതുപോലെ ഒന്ന് പൊള്ളിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ വാസ്ലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കൈ ഒരിക്കലും കൊമളച്ചൊന്നും വരില്ല. ആ പൊള്ളൽ അത്ര ഹാനികരമായി മാറുകയില്ല. അപ്പോൾ ചെറിയ പൊള്ളലുകളൊക്കെയാണ് നമ്മുടെ കൈകളിലെ കാലുകളിലേക്ക് ഏൽക്കുന്നതെങ്കിൽ ആ പൊള്ളിയ ഭാഗത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കഴുകുക. എന്നിട്ട് കുറച്ച് വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു കോട്ടിംഗ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കോമളച്ചൊന്നും വരില്ല, കൂടുതൽ ബുദ്ധിമുട്ടിലേക്കൊന്നും പോവില്ല. ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം. വാസ്ലിൻ നമുക്ക് നല്ലൊരു മേക്കപ്പ് റിമൂവറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കും, പക്ഷേ നമ്മളത് കഴിഞ്ഞിട്ട് നമുക്കത് തുടച്ച് കളയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൈ വെച്ചൊക്കെ തുടച്ച് കളഞ്ഞാൽ അതൊന്നും പോവില്ല. മാത്രമല്ല പെട്ടെന്നൊക്കെ തുടച്ച് കളയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ നമ്മളിങ്ങനെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ കൺമഷിയുടെ പാടുകൾ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ ഇതൊക്കെ കളയാനായിട്ട് നമുക്ക് വാസ്ലിൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കയ്യിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിൻ്റെ മുകളിലായിട്ടൊന്ന് വാസ്ലിൻ തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒരു പാട് പോലും അവശേഷിക്കാതെ അത് നീറ്റായിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ മാർക്ക് അല്ലെങ്കിൽ ഐലൈനറിൻ്റെ മാർക്കൊക്കെ കളയണമെങ്കിൽ വാസ്ലിൻ ഉപയോഗിക്കാം. വാസ്ലിന് പകരം വെളിച്ചെണ്ണയും വളരെ നല്ലൊരു സാധനം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയുടെ അങ്ങനെ ഒരു എണ്ണമയം ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വാസ്ലിൻ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പലപ്പോഴും ചെറിയ കമ്മലുകളൊക്കെ കാതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കമ്മലിടുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. കാതിനൊക്കെ ഭയങ്കര വേദന എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ഏത് കമ്മലാണോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്മലെടുക്കുക. എന്നിട്ട് കുറച്ച് വാസ്ലിൻ ആ കമ്മലിൻ്റെ ആണി വരുന്ന ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാതിൻ്റെ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടും വാസ്ലിൻ തേച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കമ്മലിട്ട് നോക്കി, ഒട്ടും വേദന എടുക്കില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ കാതിനൊന്നും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല. ഇനി നമുക്ക് വാസ്ലിൻ ഉപയോഗിച്ചുള്ള അടുത്ത ടിപ്പ് നോക്കാം. പലപ്പോഴും നമ്മുടെ ബാഗിൻ്റെ പേഴ്സിൻ്റെയൊക്കെ സിബ് ജാം ആവാറുണ്ട്. ചിലപ്പോൾ സിബ് അടയാതെ വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വാസ്ലിൻ എടുത്തിട്ട് ആ സിബിൻ്റെ റണ്ണർ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തായിട്ട് വാസ്ലിൻ തേച്ച് കൊടുക്കുക.
ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഒത്തിരി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ചെടുത്ത് ആ റണ്ണറിൻ്റെ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സിബ് അടയ്ക്കുകയാണെങ്കിൽ സിബ് ഈസി ആയിട്ട് നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. ഒത്തിരി ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടില്ല. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് വാസ്ലിൻ ഈ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമായിരിക്കും ഇത്. ചിലപ്പോൾ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മുടെ കാലിൽ വിണ്ട് കീറലൊക്കെ വരുമ്പോൾ, ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറുമ്പോൾ അല്ലെങ്കിൽ കാലൊക്കെ വല്ലാണ്ട് ഡ്രൈ ആകുമ്പോൾ നമുക്ക് വാസ്ലിൻ ഉപയോഗിക്കാവുന്നതാണ്. വാസ്ലിനേക്കാളും നല്ലൊരു മോയ്സ്ചറൈസർ വേറില്ല. വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ രാത്രി കാലൊക്കെ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ കഴുകണം. ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. അതിനുശേഷം കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് നമ്മുടെ കാലിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പ്രത്യേകിച്ച് വിണ്ട് കീറലൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൂറ്റിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു സോക്സ് എടുത്തിട്ട് കാലിലിടുക. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുക. പിറ്റേ ദിവസം രാവിലെ സോക്സൊക്കെ മാറ്റിയിട്ട് കാല് കഴുകി കളഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ചയോളം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ കാലിൻ്റെ വിണ്ട് കീറലൊക്കെ നന്നായിട്ട് കുറയും. അതുപോലെ കാലിൻ്റെ ഡ്രൈനെസ്സൊക്കെ മാറി കാലിനൊക്കെ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ വരാനായിട്ടും വാസ്ലിൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കാലങ്ങളായിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിക്കവരും തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണിത്. ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം. നമ്മുടെ കൈകളുടെ മുട്ടിലൊക്കെ കറുത്ത പാടുകൾ വരാറുണ്ട്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്കായി വരും. പ്രത്യേകിച്ച് നമ്മൾ കൈകളൊക്കെ ഏതെങ്കിലും ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഡെസ്കുമ്മയൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ കൈയുടെ ആ ഭാഗം കറുത്തിരിക്കും. അതുപോലെ മിക്കവരുടെയും തന്നെ കൈമുട്ട് കറുത്തിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൈമുട്ട് കറുത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ കറുപ്പ് മാറ്റാനും നമുക്ക് വാസ്ലിൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാസ്ലിനും കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുക്കുക. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ കൈമുട്ടിൽ കറുപ്പുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ആഴ്ച വരെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ കൈമുട്ടിൽ കറുപ്പൊക്കെ കുറഞ്ഞ് നാച്ചുറലായിട്ടുള്ളൊരു കളറിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വാസ്ലിൻ മാത്രം തേച്ച് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആവില്ല. വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് തേക്കുകയാണെങ്കിലാണ് വളരെയധികം എഫക്റ്റീവായി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമ്മളിൽ പലരും അടുക്കളയിൽ ഒരുപാട് സമയം പാത്രം കഴുകാനൊക്കെ ആയിട്ട് ചിലവഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ നേരം പാത്രം കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. കുറേ നേരം എന്നല്ല, കുറച്ച് സമയമാണെങ്കിൽ പോലും നമ്മൾ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവും. പ്രത്യേകിച്ച് നമ്മുടെ ഡിഷ് വാഷും വെള്ളം എല്ലാം കൂടി ചേരുമ്പോൾ കെമിക്കലൊക്കെ നമ്മുടെ കൈകളിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൈയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ പോവും. അപ്പോൾ ഈ സോഫ്റ്റ്നെസ്സൊക്കെ തിരികെ കിട്ടാനായിട്ട് നമുക്ക് വാസ്ലിൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം കയ്യിൽ കുറച്ച് വാസ്ലിനൊക്കെ ഇടുകയാണെങ്കിൽ കൈയുടെ സോഫ്റ്റ്നെസ് ഒന്നും നഷ്ടപ്പെടില്ല. പിന്നെ പാത്രം കഴുകുമ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഗ്ലൗസൊക്കെ ഇട്ട് കഴുകിയാലും അതിനുശേഷം നമ്മൾ കുറച്ച് വാസ്ലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈയുടെ ആ ഒരു സ്വാഭാവികത, ആ ഒരു സോഫ്റ്റ്നെസ് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വാസ്ലിൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഷൂ പോളിഷൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് വാസ്ലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വാസ്ലിൻ വെച്ച് ജസ്റ്റ് ഒന്ന് ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഷൂവിൻ്റെ ആ ഒരു സ്വാഭാവിക കളറൊക്കെ കിട്ടും. ഒരു ഷൈനിങ് ഒക്കെ നമുക്ക് കിട്ടുന്നതും കാണാൻ പറ്റും. അപ്പം എന്നും ചെയ്യരുത്. വല്ലപ്പോഴും നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഷൂ പോളിഷൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാസ്ലിൻ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നിലവിളക്കൊക്കെ കത്തിക്കുമ്പോൾ ആ തിരി പെട്ടെന്ന് കത്തില്ല. അപ്പോൾ അങ്ങനെ തിരി പെട്ടെന്ന് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ തിരിയുടെ അറ്റത്തായിട്ട് ജസ്റ്റ് വാസ്ലിൻ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിരി കത്തിക്കുകയാണെങ്കിൽ തിരി പെട്ടെന്ന് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വാസ്ലിൻ കൊണ്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിന്ന് പറഞ്ഞിട്ടുള്ളൂ. വാസ്ലിൻ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. വാസ്ലിൻ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മുഖത്തിന് പല പ്രശ്നങ്ങൾക്കും വാസ്ലിൻ നല്ല പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എണ്ണമറ്റ കാര്യങ്ങൾക്ക് നമുക്ക് വാസ്ലിൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വാസ്ലിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.